ആഫ്രിക്കയുടെ ഹൃദയഭാഗത്താണ് കോങ്കോ. വലുപ്പത്തിൽ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്ന്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ നദിയും അവിടെയാണുള്ളത്. സ്വർണവും വജ്രവും കൊബാൾട്ടും അടക്കം സമ്പന്നമായ പ്രകൃതി ധാതു വിഭവങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ രാജ്യം. പക്ഷേ ആഭ്യന്തര യുദ്ധങ്ങളും രാഷ്ട്രീയ അസ്ഥിരതയും ആ രാജ്യത്തെ എക്കാലവും പിന്നോട്ട് നയിച്ചു. സയർ എന്നായിരുന്നു കോങ്കോയുടെ ആദ്യത്തെ പേര്. ആയിരത്തി 1965 മുതൽ 1977 വരെ മെബുട്ടു സെക്കോ എന്ന ഏകാധിപതിയാണ് കോങ്കോ ഭരിച്ചിരുന്നത്. 71 പേരുമാറ്റി. അങ്ങേയറ്റം ക്രൂരനായിരുന്നെങ്കിലും സ്പോർട്സിൽ അയാൾക്കൊരു കമ്പമുണ്ടായിരുന്നു. അത് വ്യക്തിപരമായ താല്പര്യങ്ങൾ കൂടിയായിരുന്നു. 1974 ലോകകപ്പിന് യോഗ്യത നേടിയ കോങ്കോ ടീമിനെ മൊബുട്ടു കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. കാറുകളും വീടുകളും വലിയ തുകയും അയാൾ താരങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു. പ്രതീക്ഷയോടെ ലോകകപ്പിനായി പശ്ചിമ ജർമ്മനിയിലേക്ക് പറന്ന ടീമിന് പക്ഷേ ചതിവ് പറ്റി. കളിക്കാർക്ക് നിശ്ചയിച്ചിരുന്ന പണം ഫുട്ബോൾ അസോസിയേഷനും സർക്കാർ ഉദ്യോഗസ്ഥരും ചേർന്ന് അപഹരിച്ചു. താമസം പോലും അനിശ്ചിതത്തിലായിരുന്ന താരങ്ങൾ ആത്മവിശ്വാസമില്ലാതെ കളിച്ചു. ആദ്യ കളിയിൽ 2-0 തോറ്റു. രണ്ടാം മത്സരത്തിന് മുമ്പ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങില്ലെന്ന് വരെ ടീം വാശി പിടിച്ചു. ഒടുക്കം നിർബന്ധത്തിലിറങ്ങി. അന്ന് നാണം കെട്ടത് എതിരില്ലാത്ത 9 ഗോളിന്. മൂന്നാം മത്സരം ബ്രസീലിനെതിരെയായിരുന്നു. ആ മത്സരത്തിന് മുന്നോടിയായി മൊബുട്ടുവിൻ്റെ അംഗരക്ഷകർ താരങ്ങളെ വന്ന് കണ്ടു. 3-ലധികം ഗോളുകൾക്ക് ഈ മത്സരം തോറ്റാൽ സ്വന്തം വീടും നാടുമിനി കാണില്ലെന്ന് മുന്നറിയിപ്പ് നൽകി. കനം കെട്ടിയ ബൂട്ടുമായി കളിക്കാനിറങ്ങിയ സയർ താരങ്ങൾ പേടിച്ച് തന്നെ സംഭവിച്ചു. മത്സരം 1 മണിക്കൂർ എത്തിയപ്പോഴേക്ക് 2 ഗോളുകൾക്ക് സയർ പിന്നിലായിരുന്നു. വൈകാതെ ബോക്സിന് പുറത്തുനിന്ന് ബ്രസീലിനൊരു ഫ്രീ കിക്ക് ലഭിച്ചു. ഗോളാകുമെന്നുറപ്പ്. റിവലിനോ കിക്കെടുക്കാൻ തയ്യാറായി. പെട്ടെന്നാണ് സയർ പ്രതിരോധ താരം മേപ്പു ഇലങ്ക ഓടി വന്ന് ആ പന്ത് അടിച്ചു തെറിപ്പിച്ചത്. കമന്റേറ്റർമാർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ആഫ്രിക്കക്കാർക്ക് ഫുട്ബോളും അതിലെ നിയമങ്ങളും അറിയില്ലേ. ലോകം ഒന്നടങ്കം പരിഹസിച്ചിരിച്ചു. പക്ഷേ സയർ ടീമിന് അറിയാമായിരുന്നു, ഇലുങ്കയ്ക്ക് നിയമം അറിയാഞ്ഞിട്ടല്ല. ഒരുപക്ഷെ അതെങ്ങാനും ഗോളായാൽ പിന്നെ കുടുംബത്തെ കാണാൻ കഴിയില്ല. മൊബുട്ടു തങ്ങളെ ജീവനോടെ വെച്ചേക്കില്ല. ഇലുങ്കോയുടെ ആ നിസ്സഹായാവസ്ഥ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. ആ ലോകകപ്പ് കഴിഞ്ഞ് തിരികെ നാട്ടിലെത്തിയ താരങ്ങൾക്ക് പണമോ വീടോ ഒന്നും ഉണ്ടായിരുന്നില്ല. പലരും പട്ടിണി മൂലം മരിച്ചു. ചിലർ നാട് വിട്ടു. കൊല്ലങ്ങൾ പന്ത് കണക്കെ കുറയുരുണ്ടു. 52 വർഷത്തിനുപുറം കോങ്കോ ഒരിക്കൽ കൂടി ലോകകപ്പിന് യോഗ്യത നേടി. ജമൈക്കയ്ക്കെതിരായ യോഗ്യതാ മത്സരത്തിൽ 100-ാം മിനിറ്റിലാണ് കോങ്കോയുടെ വിജയഗോൾ പിറന്നത്. പക്ഷേ അവർക്കത് ആഘോഷിക്കാനായില്ല. എബോള മഹാമാരി അവരുടെ ആഘോഷം കെടുത്തി. കടുത്ത ബയോബബിളും അതിജീവിച്ച് കോങ്കോ ചരിത്രത്തിലെ തങ്ങളുടെ 2ാം ലോകകപ്പിലെ ആദ്യ മത്സരത്തിനായി ഹൂസ്റ്റണിലെത്തി. സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലായിരുന്നു എതിരാളികൾ. 6-ാം മിനിറ്റിൽ തന്നെ ജാവോ നെവസിലൂടെ പോർച്ചുഗൽ ലീഡെടുത്തു. കോങ്കോ താരങ്ങൾ ഒരു വേളയപ്പോൾ അരനൂറ്റാണ്ട് മുമ്പത്തെ ആ ലോകകപ്പ് ഓർത്തു കാണണം. അന്നത്തെ നാണക്കേട് ഒരിക്കൽ കൂടി മുറിവേൽപ്പിക്കുമോ എന്ന് ആശങ്കപ്പെട്ടു കാണണം. പക്ഷേ അവർക്കൊരു ധൈര്യമുണ്ടായിരുന്നു. വീടും നാടുമില്ലാതാക്കാൻ അവിടെ മൊബുട്ടു ഇല്ലല്ലോ ഇപ്പോൾ. എതിരാളികളുടെ പെരുമ നോക്കാതെ പിന്നെ കോങ്കോ പോരാടി. ലോ ബ്ലോക്ക് ഡിഫൻസിന് നിൽക്കാതെ അറ്റാക്ക് ചെയ്ത് കളിച്ചു. ആദ്യ പകുതിക്ക് മുൻപായി യോനെ വിസയുടെ ഒരു പെർഫെക്റ്റ് ഹെഡറിലൂടെ പോർച്ചുഗലിന് ഒപ്പവുമെത്തി. ബ്രൂണോയും വിറ്റിനിയും ബെർണാഡോയും അടക്കം ലോക ഫുട്ബോളിൽ ഇന്നത്തെ ഏറ്റവും മികച്ച മധ്യനിരയുണ്ടായിട്ടും കോങ്കോ ബോക്സിലേക്ക് പന്തെത്തിക്കാനായില്ല. എത്തിയ അവസരങ്ങളിൽ ക്രിസ്ത്യാനോയ്ക്ക് പിഴയ്ക്കുകയും ചെയ്തു. ലെജൻഡറി ടാഗ് ഉണ്ടായതുകൊണ്ടാണോ എന്നറിയില്ല, റോണോയെ സബ് ചെയ്യാനുള്ള ധൈര്യം റോബർട്ടോ മാർട്ടിനസ് കാണിച്ചതുമില്ല. മറുവശത്ത് ഇന്ത്യൻ പേരുള്ള മുത്തുസ്വാമിയും വാൻ ബിസാക്കയുമെല്ലാം എനർജി കൊണ്ട് അത്ഭുതപ്പെടുത്തി. ഗോളി ലയണൽ എംബാസിയുടെ പൊസിഷനെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ലോകകപ്പിൽ പതിവ് 32-ന് പകരം 48 രാജ്യങ്ങൾ കളിക്കുമ്പോൾ മടുപ്പാകുമെന്നാണ് ആദ്യമൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്ന തോന്നൽ. ഇതിപ്പോൾ ക്യുറസാവോയും കേപ്പ് വെർദെയും കോങ്കോയുമെല്ലാം തുറന്നിട്ടത് വലിയ പ്രതീക്ഷകളാണ്. ഹൃദയം കൊണ്ടുകൂടി കളിച്ചാൽ ആർക്കു മുന്നിലും തലകുനിക്കേണ്ടില്ലെന്ന വലിയ പ്രതീക്ഷ. കോങ്കോക്കിന് കളിക്കാനുള്ളത് കൊളംബിയക്കെതിരെയാണ്. മൊബുട്ടു എന്ന ഏകാധിപതിയെ പേടിച്ച് അലിഖിത നിയമങ്ങൾ ലോകകപ്പ് കളത്തിൽ കാണിച്ച് നാണം കെടേണ്ടി വന്ന കോങ്കോയുടെ പിന്മുറക്കാർ. അവർക്കിനി എതിരെ വരുന്നത് സെൽഫ് ഗോൾ അടിച്ചതിന് തെരുവിൽ ജീവൻ നൽകേണ്ടി വന്ന ആന്ദ്രേ എസ്കോബാറിൻ്റെ കൊളംബിയ. ഫുട്ബോളിന് എന്തെല്ലാം കഥകൾ പറയാനുണ്ടല്ലേ.